ഇപ്പൊ അമേരിക്കയിലൊക്കെ ഫങ്ഷണൽ മെഡിസിൻ എന്നൊക്കെ പറഞ്ഞ് ഹാർട്ടിന്റെ അസുഖത്തിന് വേണ്ടിയിട്ട് ചില കാർഡിയോളജിസ്റ്റ് തന്നെ ലൈഫ് സ്റ്റൈൽ പ്രൊമോഷൻ ചെയ്ത് ലൈഫ് സ്റ്റൈലിന് പല ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്ന വെരി ഫേമസ് ഡോക്ടേഴ്സ് തന്നെയുണ്ട്. പക്ഷെ അത് ഹാർട്ടിൽ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ചിലരുണ്ട് ഡയബറ്റീസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നവരുണ്ട്. മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് തന്നെ ഡയബറ്റീസ് ലൈഫ് സ്റ്റൈൽ ഓറിയൻ. പക്ഷെ ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഞാൻ എവിടെയും കേട്ടിട്ടില്ല. അത് മാത്രമല്ല, ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിന് വേണ്ടിയിട്ടേ പറയാറുള്ളൂ. ഇതിൽ നമ്മളിപ്പോൾ ഡയബറ്റീസോ ആർട്ടിസിസോ ഏതാണെങ്കിലും നമുക്ക് സോറിയാസിസോ എക്സീമയോ സ്കിൻ ലീഷൻസ് ഏതാണെങ്കിലും ഈവൻ ഞാൻ ബുള്ളസ് പെംഫിഗസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ചും കൂടെ സോറിയാസിനേക്കാളും കുറച്ചും കൂടി ഡിസ്കംഫോർട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പെംഫിഗസ് ബുള്ളോസ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഓട്ടോ ഇമ്മ്യൂൺ വിഭാഗത്തിലാണ് വരുന്നത്. എക്സിമ ആണെങ്കിലും സോറിയാസിസ് ആണെങ്കിലും പിന്നെ ഹൈഡ്രോനൈറ്റിസ് സെപ്പറേറ്റ് എന്നൊക്കെ പറഞ്ഞ് ചിലതുണ്ട്. ഒക്കെ കുറച്ചും കൂടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇതിലൊക്കെ ഏതാണെങ്കിലും നമുക്ക് ഇതിനകത്ത് നമ്മൾ ബേസിക്കലി ഇത് ലൈഫ് സ്റ്റൈൽ നമ്മുടെ ബോഡിയാണ് കറക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ അതിനൊപ്പം തന്നെ മറ്റ് ജീവിതശൈലി രോഗങ്ങൾ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ്, ഇതെല്ലാം എല്ലാത്തിനും കൂടെ ആശ്വാസം കിട്ടും എന്നുള്ളതുമാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇത് ബാക്കിയുള്ളവർ എന്തുകൊണ്ട് ട്രൈ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇതുവരെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ 1925 അമേരിക്കയിൽ ഈ വലിയൊരു ചേഞ്ച് ഓഫ് ഇത് കൊണ്ടുവന്നത്. അത് ഞാൻ ഈ മെഡിക്കൽ ഹിസ്റ്ററി ഓഫ് മെഡിസിനകത്ത് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കേട്ടോ. അപ്പം അതിനകത്തുനിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ശരിക്കും പറഞ്ഞു ഫോർ ദ ലാസ്റ്റ് 100 years അമേരിക്കയാണ് ലീഡിങ്. അവിടെ നമ്മൾ എല്ലാത്തിനും ബിസിനസ് ഓറിയന്റഡ് ആണ്. അവിടെ ഫാർമസ്യൂട്ടിക്കൽ ഓറിയന്റഡ് ആണ്. ഫാർമസ്യൂട്ടിക്കൽ റിസർച്ച് നടത്തണമെങ്കിൽ പൈസ വേണം. പക്ഷേ ഈ ലൈഫ് സ്റ്റൈൽ ഓറിയന്റഡ് റിസർച്ച് നടത്താൻ ആര് ഫണ്ട് ചെയ്യും? അങ്ങനത്തെ ഫണ്ടിങ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ലൈഫ് സ്റ്റൈൽ ഓറിയന്റഡ് കാര്യങ്ങൾ മുമ്പോട്ട് വരാത്തതിന്റെ കാര്യം അതാണ്.